നരേക്കാവുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ തൃശ്ശൂർ വേണ്ട മലപ്പുറം ജില്ലയുടെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ചങ്ങരംകുളത്തേക്കോ എടപ്പാളിലേക്കോ നിങ്ങൾ വിവാഹം കഴിച്ചെടുത്ത് വിചാരിച്ചു. അവരുടെ വീട്ടിലൊരു മരണം നടന്ന് നമ്മൾ ഇവിടുന്ന് ചോദിക്കും, മോളെ നിങ്ങളുടെ വീട്ടിലെ ചടങ്ങ് എത്രയാണ്, ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ, അവിടെ 5 ആണോ 7 ആണോ നമ്മളിങ്ങനെ ചോദിക്കും. എന്തുകൊണ്ടാണ് ബിദ്അത്തിന് മാറ്റേണ്ടത്? ഇന്ന് വരെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്, മോളെ നിങ്ങളുടെ നാട്ടിൽ ദുഹറൊക്കെ എത്രയാ? 4 തന്നെയല്ലേ? എടക്കരയിൽ ഇപ്പോഴും 4 തന്നെയാണ്. സുബൈ ഇവിടെ എപ്പോഴും 2 തന്നെ. നിങ്ങളുടെ നാട്ടിൽ 2 തന്നെയാണോ? നമുക്ക് ചോദിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? അത് മതത്തിലുള്ളതാണ്. പുതുതായി നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഫാത്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ 3, 5. ഇനി ആ ചടങ്ങിന്റെ പേരും കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എന്താ? അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ടേ. 3-ാം ദിവസം മയ്യത്തിന്റെ കണ്ണിങ്ങനെ ഒഴുകാൻ. അന്ന് മോനിവിടെ പായസം വെച്ച് ആഹ്ലാദിക്കാൻ. 5-ാരാവെന്ന് പറഞ്ഞ തൊണ്ടക്കുഴി മുതൽ അടിവയർ വരെ വാപ്പാന്റെ കബറിൽ പൊട്ടിയൊലിക്കുന്ന ദിവസം അന്ന് മോന് കോഴിക്കാല് കടിച്ചു പറിക്കാം. നമ്മളിതൊക്കെ മയ്യത്തിന്റെ പേര് പറഞ്ഞിട്ടാണെന്നുള്ളതുകൊണ്ടാണ് വേദന. ഞാൻ പറയുന്നത് നിങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനാണ്. പൈസ ഉള്ള ആളുകള്, ഏവറേജ് ആൾക്കാര്, പറ്റ പാവപ്പെട്ടോനെ ഇവിടെ എങ്ങനെയാണ് ഖുർആൻ ഓതാൻ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉണ്ടോ ഇല്ലേ നിങ്ങൾ നിരീക്ഷിച്ചാ മതി. നോക്ക് നല്ല പൈസ ഉള്ളവന്റെ വീട്ടിലാണെങ്കിൽ ഇലാ ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وإذا حضرت من ماتوا منها سؤال الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. അങ്ങനെ വന്നിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഐനൊക്കെ എവിടുന്ന വരിക നമുക്കറിയില്ല. ഇനി ഒരു ഇടത്തരക്കാരന്റെ വീട്ടിലാണ് നിങ്ങൾ നോക്കിയൊക്കെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ഒറ്റ പോക്കാൻ. ഇനി പറ്റ പാവപ്പെട്ടവനാണെങ്കിലോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അവർക്ക് യാസീൻ ഉണ്ടാവില്ല. അതുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാസർഗോഡിന്റെ അപ്പുറത്ത് ഗണ്ണൻ നടന്ന മൊയിലേര് പറയണം, അത് സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണതാണ്. ഈ സൗകര്യം നമ്മളൊരു ഈ മൗലൂദ് ഓതാനും പള്ളി ദർസിൽ പഠിച്ച ആൾ തന്നെയാണ് ഞാനും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഏതാന്നുള്ളത് നമുക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. കാരണം മൗലൂദ് ഓതുമ്പോഴും അങ്ങനെയാണ്, ഒരു സുആലിന് ഒരു ജവാബാണ്. ചിലപ്പോൾ 2 സുആലിന് ഒരു ജവാബ് ചൊല്ലും. പറ്റ പാവപ്പെട്ടവനാണ് ഈ കംപ്ലീറ്റ് സുആൽ ഓതിയിട്ട് ഒറ്റ ജവാബും പഠിച്ച് അങ്ങോട്ട് തീർക്കും. ഇല്ലേ, നടക്കണില്ലേ? ഇനി മാത്രമല്ല, ഇനി ഞാൻ മക്കളോട് പറയാൻ, നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഖബർ സിയാറത്ത് ഉൾപ്പെടെ പൈസ കൊടുത്ത് ദുആ ചെയ്യുന്നവരും നിങ്ങൾ ദുആ ചെയ്യുന്ന ഒരു വ്യത്യാസമുണ്ട്. പൊന്നുമ്മാന്റെ ഖബറിന്റെ അവിടെ കടന്നു വരുമ്പോ, അല്ലാഹ് എന്നെ പോറ്റി വളർത്തി എന്റെ ഉമ്മാന്റെ ഖബറാണ് റബ്ബേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറിലെ സ്ഥിതിഗതികൾ നിനക്കറിയാമല്ലോ റബ്ബേ, ഖബറിനെ വിജയിപ്പിക്കണേ അല്ലാ. ആത്മാർത്ഥമായി ദുആ ചെയ്യൂലേ? നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോക്കെ. നിങ്ങൾ ദുആ ചെയ്യണ എ ഓർ ബി ഏത് ഉസ്താദാണെങ്കിലും, ഞാൻ ആരും വ്യക്തിഹത്യ ചെയ്യണില്ല, അവരുടെ കയ്യൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോക്ക്. ഒരു മോനിങ്ങനെ നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അഭ്യാസം കളിക്കോ? ഇല്ലല്ലോ. ഞാനിതൊക്കെ ഇത് സാധാരണക്കാരന് വേണ്ടി പറയാം, നമുക്ക് ഇൽമിയായിട്ട് വേറെ പറയാം. സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്യില്ല. ഇല്ല പ്രിയമുള്ളവരെ. ഇനി നമ്മൾ ഈ ആമീൻ പറയുന്നുണ്ട്. ഉസ്താദ് ശ്വാസം വിടുമ്പോ ആമീൻ പറയും. എന്തിനാമീൻ പറയണു നമ്മൾ ആലോചിച്ചുണ്ടോ? എനിക്കൊരു പ്ലോട്ടുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ ഭൂമി കളക്കാൻ വേണ്ടി ഞാനൊരു കൂലിപ്പണിക്കാരനെ ഏൽപ്പിച്ചു. അയാൾ വൈകുന്നേരം എൻ്റെ അടുത്ത് വന്ന് 900 രൂപ കൂലി പറഞ്ഞു. പക്ഷെ അയാൾ കളച്ചത് അയാളുടെ പറമ്പാണ്. അല്ലേ? എങ്ങനെ? ഇവിടെ പറമ്പ് തൊടി എന്നൊക്കെ അല്ലേ പറയാ. അയാളുടെ തൊടി കളച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പൈസ ചോദിച്ച് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചു. ഉസ്താദ്മാര് ദുആ ചെയ്യുന്ന രൂപമുണ്ട്. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അലീം. ദുആ ചെയ്യാൻ, അല്ലാഹുവേ ഓതിയതിന്റെ പ്രതിഫലം പോലെയുള്ള ഒന്നിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഓതിയ പ്രതിഫലം പോലത്തെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതിന് എവിടേക്ക് എത്തിച്ചു കൊടുക്കണം? പ്രതിഫലം അവിടെ നിൽക്കട്ടെ, അതുപോലെ തന്നെ ഓഹരി വെക്കാൻ പോവാണേ.
ഇലാ ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി റസൂലുള്ളാഹിക്ക് കുടുംബത്തിന് അനുചരന്മാർക്ക് വഇലാ ഹദറത്തിൽ ബദരീന വൽ ഉഹദീന വൽ ഖന്ദഖീന വസായിരി ശുഹദ ബദരീങ്ങള് ഉഹദീങ്ങള് ഖന്ദഖ് യുദ്ധത്തിൽ പങ്കെടുത്തവര് മറ്റുള്ള ശുഹദാക്കള് പിന്നെ പറയുന്നുണ്ട് വഇലാ ഹദറത്തി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഇലാ ഹദറത്തി ശൈഖ് റിഫാഇ നാഗോരി അജ്മീരി ഏർവാടി മുത്തുപേട്ടി അങ്ങനെ പറഞ്ഞ ആളുകളെ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ കാലത്ത് കേട്ടതാണ് അങ്ങനെ പറഞ്ഞ ഔലിയാക്കളുടെ ലോകം നിയന്ത്രിക്കുന്നവര് അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് പിന്നെ പറയുന്നുണ്ട് കേരളത്തിന്റെ ഉള്ളിലുള്ളവർക്ക് അവരിങ്ങനെ പറയാണ് പുത്തമ്പള്ളി ഐലക്കാട് മമ്പ്രവി കോഴിക്കോട് എടക്കരി നരക്കാവി എവിടൊക്കെ ഉണ്ട് അവിടെ ആളുകൾക്കൊക്കെ വീണ്ടും പറയുന്നുണ്ട് വഇലാ ഹദറത്തി ജദ്ദിന വജദ്ദാത്തിന വഖാലിന വഖാലാത്തിന വഅമ്മിന വഅമ്മാത്തിന എളാപ്പ എളാമ്മമാര് അമ്മാമ്മമാര് അമ്മായിമാര് മൂത്താപ്പമാര് മൂത്തമ്മമാര് അങ്ങനെ എത്രയുണ്ട് അവർക്ക് അവസാനം വഇലാ ഹദറത്തി മൻ മാതുഹു മിന്നാ ഖാസ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആൾക്ക് പ്രത്യേകിച്ചും ഇത് ഓതിയ എവിടുക്ക പോയത് ഓതിയതിന്റെ പ്രതിഫലം പോലത്തെ ഓഹരി വെക്കാണ് പ്രതിഫലം ഇവിടെ ഇരിക്കുക അതുപോലത്തെ ഓഹരി വെച്ചതാണ് ഇനി ഇത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് പറയാൻ കുത്തുബിയത്തിന്റെ ഇടയിലാണെങ്കിൽ മിനൽ ജിന്നി വല്ലിൻസി കുബറാഹിം വറുഅസാഹിം ജിന്നിന്റെ നേതാക്കന്മാര് നായകന്മാര് ഔലിയാക്കള് ജിന്നൗലിയാക്കള് അഹ്മർ വത്തംറയാത്ത് വഹസ്സലഹ്കൂഷ് മൈമൂൻ ഹദലയാജ് നസ്തലസ്സൂഷ് മൈമൂൻ സുന്നിക്ക് ശതദഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിഅ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാനു അലൈഹിസ്സലാം ഞാൻ വെറുതെ തശ്വീഷ് പറഞ്ഞല്ല കേട്ടോ റെക്കോർഡ് ചെയ്യാം എഴുതി വെക്കാം നോട്ട് ചെയ്യാം 11 ജിന്നൗലിയാക്കൾ ആരാ അഹ്മർ തംറയാത്ത് ഹസ്തസ്ലഹ്കൂഷ് മൈമൂൻ ഹദലയാജ് നസ്തലസ്സൂഷ് മൈമൂൻ സുന്നിക്ക് ശതദഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിഅ കുത്തുബിയത്തോതാ മൊയിലേരെ വിളിക്കുമ്പോ മൊയിലേര് ഇവർക്കൊക്കെ ഓതിട്ടാ തുടങ്ങണേ അത് കുത്തുബിയത്തിലുള്ളതാ അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മരിച്ച വീട്ടിലാണെങ്കിലും കുറെ ഇങ്ങനെ അയച്ചു കൊടുക്കും നമ്മൾ പറയണത് പൊന്നുമോനെ നീ ദുആ ചെയ്യ് അല്ലാഹുവേ ഈ മയ്യത്തിന് പൊറുത്തു കൊടുക്കല്ലാ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് മയ്യത്ത് കാണുമ്പോൾ ദുആ ചെയ്യാനാ പറയൂലേ മുജാഹിദുകാരെ മൊയിലേര് ദുആ ചെയ്യുമ്പോ അവര് കയ്യും തൂക്കി താഴെയിട്ടു അവര് പ്രാർത്ഥിച്ചില്ല ഇവരെ വാപ്പാക്ക് ഗുണമില്ലാത്തോരാ ഞങ്ങളുടെ മക്കള് പ്രാർത്ഥിക്കാൻ പഠിച്ചോരാ മയ്യത്തിനെ കാണുമ്പോൾ ദുആ ചെയ്യുന്നവരാണ് ഇന്ന് എക്സിബിഷൻ കാണുന്ന പോലെ കണ്ടുപോയി മാറിയിരിക്കാനില്ല ഇനിയോ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മരിച്ച വീട്ടിൽ എൻ്റെ പ്രിയമുള്ളവരെ മയ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആളുകൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ പിന്നെ പറയുന്ന മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതലാണ് ഇതൊക്കെ ചർച്ച വരാൻ കാരണം തന്നെ എന്താണെന്നറിയോ ഇസ്ലാമിലെ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ബിൽ ജനാസ ജനാസ കൊണ്ട് നിങ്ങൾ വേഗത്തിലൂടെ പോകണേ മരിച്ചാൽ ഉടനെ തന്നെ ആ മയ്യത്തെ നിങ്ങൾ കുളിപ്പിച്ചോ ആ മയ്യത്തെ നിങ്ങൾ കഫൻ ചെയ്തോ ആ മയ്യത്തിനെ നിങ്ങൾ നമസ്കരിക്കണേ ആ മയ്യത്ത് കൊണ്ടുപോയി നിങ്ങൾ മറമാടണേ ഇത് വേഗത്തിലൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ നമ്മളിങ്ങനെ താമസിപ്പിക്കാണ് സമയം നിശ്ചയിക്കാണ് അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് വരാനുണ്ട് നാട്ടുകാർ വരാനുണ്ട് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടോ ഈ സമയം കിട്ടുമ്പോഴാ ഉസ്താദുമാര് കൊണ്ടുവന്ന് അവിടെ ഖുർആനോദനമെന്നാണ് എന്നിട്ട് പറയുന്ന മുജാഹിദേര് ഖുർആനോദാനം സമ്മതിക്കണില്ല പ്രിയമുള്ളവരെ നിങ്ങൾ ഷാഫി മദ്ഹബുകാരല്ലേ ഷാഫി മദ്ഹബിന്റെ നിലപാടെന്താണ് ആ വിഷയത്തില് ഖുർആനിലെ സൂറത്തുൻ നജ്മിൽ ഒരു ആയത്തുണ്ട് വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ ഒരു മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ ലഭിക്കൂല എന്ന് പറയുന്ന ആയത്തിന് തഫ്സീറുൽ ഖുർആനുൽ അദീമിൽ
അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ എഴുതുകയാണ് വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ വഖദ് ഇസ്തംബത الشافعي رحمهم الله ومن اتبعه أن القراءة لا يصلي هداء ثوابها إلى الموتى ഷാഫി ഇമാമും അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകളോ ഈ ആയത്തിനെ തെളിവ് പിടിച്ചത് എന്താണെന്നറിയുമോ? ഖുർആനോദി ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് കിട്ടൂല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം ഇതവരുടെ പ്രവർത്തനമല്ല, അതവരുടെ സമ്പാദ്യമല്ല, മരിച്ചുപോയവരുടെ സമ്പാദ്യമല്ല. വലിഹാദ, അക്കാരണത്താൽ ലം യുംദബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് അത് സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല എന്ന് തെളിവ് പിടിച്ചതാരാണ്? മഹാനായ ഇമാമുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഒരു പുണ്യം റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ, ഗണ്ണിതമായ ഒരു പ്രമാണത്തോടുകൂടെ സഹാബത്തിനോട് മുത്തുനബി മാർഗദർശനം നടത്തിയിട്ടില്ല. എന്നിട്ട് ഇബ്നു കസീർ പറയാണ്, ഇതിലെങ്ങാനും ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ ലഅസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലസബഖൂനാ ഇലൈഹി, റസൂലുള്ളാഹിന്റെ സഹാബത്തല്ലേ ഇത് ആദ്യം ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തല്ലേ വന്നിരുന്ന് ഓതേണ്ടത്. അതുപോലെ അബൂ സലമ മരിക്കുമ്പോ സഹാബത്തല്ലേ വന്നിരുന്ന് ചെയ്യേണ്ടത്. അതിൽ പുണ്യമില്ലാത്തത് കൊണ്ട് അവരാരും ഇത് ചെയ്തില്ല എന്ന് വളരെ കൃത്യമായി സൂറത്തുൻ നജ്മിന്റെ 37-ാമത്തെ ആയത്തിന്റെ തഫ്സീറില് ഇബ്നു കസീർ രേഖപ്പെടുത്തുമ്പോ ഖുർആനോദി ഹദിയ ചെയ്ത മരിച്ചവർക്ക് കിട്ടൂല എന്നാണ്. ഇനി ഹദിയ ചെയ്യേണ്ട രൂപമാണ് നേരത്തെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാർസലായിട്ട് നമ്മൾ ഈ ചങ്ങല ഉണ്ടാക്കിയത്. ഇനി ഞങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എന്താ ഓതിക്കൊടുക്കും? ഞാൻ അത് ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതിന് തെളിവല്ല, പക്ഷെ ഖുർആൻ എന്തിനാ അത് മനസ്സിലാക്കാനാണ്. നമ്മളൊക്കെ മരിച്ച വീട്ടിൽ ഓതൽ യാസീന ലിയുൻദിറ മൻ കാന ഹയ്യാ വയഹിക്കൽ ഖൗൽ, ലിയുൻദിറ മൻ കാന ഹയ്യാ, ജീവിച്ചിരിക്കുന്നവരോട് താക്കീത് നൽകാനാണ് ഖുർആൻ. നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട മേഖല പറയാൻ. മരിച്ച മയ്യത്തിന്റെ അടുത്ത് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ എമ്പാടുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്, ചൂതാട്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പള്ളിയിലെ ഹത്തി വിളിച്ച്, മോനെ നീ കള്ളു കുടിക്കാൻ പാടില്ല കേട്ടോ, അല്ലാഹ് ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ചൂതാട്ടം ശരിയല്ല കേട്ടോ, നിനക്ക് റിഹാബിലിറ്റേഷൻ സെന്റർ വേണോ, നീ അവിടെ പോകണം, ആയത്ത് മനസ്സിലാക്കി മാറണം എന്ന് പറഞ്ഞു കൊടുക്കലുണ്ടോ? അയാളെ തിരിഞ്ഞു നോക്കലേ ഇല്ല. നേരെ മറിച്ച് അയാൾ മരിച്ചാൽ ആളെ വീട്ടിലേക്ക് വരും, എന്നിട്ട് യാസീൻ ഇങ്ങനെ ഓതി ദുആ ചെയ്യും, ഇല്ലേ? മരിച്ച മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് പള്ളി അറച്ചിലെ കുട്ടികളിരുന്ന് ഓതണം എന്താ? ഇന്നമൽ ഖംറു വൽ മൈസറ വൽ അൻസാബ വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. കള്ളുകുടിയും ചൂതാട്ടൊക്കെ ശൈത്താനിന്റെ പാദടികളാണ്, നീ ഒഴിവാക്കണേ, എങ്കിൽ നിനക്ക് വിജയിക്കാ. അവിടെയാ നമ്മൾ പറഞ്ഞത് ലിയുൻദിറ മൻ കാന ഹയ്യാ. മോനെ, ഈ ആയത്ത് നീ ഓതിക്കൊടുക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? അവന്റെ ജീവിത കാലഘട്ടങ്ങളില്, അവൻ ലഹരി ബാധിതനായി ജീവിക്കുന്ന കാലഘട്ടങ്ങളില്, ലോട്ടറിയുമായി ജീവിക്കുന്ന കാലഘട്ടങ്ങളില് ഈ ആയത്ത് ഓതിക്കൊടുക്ക്. എത്ര വലിയ തെറ്റ് നീ ചെയ്തവനാണെങ്കിലോ തവ്വാബർ റഹീമാ, അല്ലാഹ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഒന്ന് പറഞ്ഞാൽ പോരെ, അല്ലാഹുവിനോടൊന്ന് തൗബ ചെയ്തൂടെ? ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കൂല. എന്നിട്ട് മരിച്ച നമ്മൾ വന്നിരുന്നു ഇങ്ങനെ തലഭാഗത്തിൽ ഇങ്ങനെ ഓതിക്കൊടുക്കും. ഓത്ത് മുറിയാൻ പാടില്ല എന്നാ പറയാം. ഒരാൾ കഴിഞ്ഞ അടുത്ത ആൾ ഓതി. അപ്പൊ പ്രിയമുള്ളവരെ, ഇസ്ലാം നമ്മളോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ മയ്യത്തിനെ കണ്ട ദുആ ചെയ്യണം, മയ്യത്ത് വേഗം നിങ്ങൾ മറവ് ചെയ്യണം. ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യാനാ പറഞ്ഞേ. നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. അതിൻ്റെ ഒക്കെ ഒരു അപകടങ്ങളും വേദനകളൊക്കെ അതൊക്കെ വലുതാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല.
ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ഒന്ന് ഗൾഫിൽ നിന്ന് മരിച്ചാൽ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ബാപ്പൊക്കെ 27ാമത്തെ വയസ്സിൽ ഒമാനിൽ വെച്ച് മരണപ്പെട്ടതാണ്. 22 ദിവസം 1991കളിൽ 22 ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരണേ. കാരണം നാട്ടിലുള്ളവരൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണഭൂമിയിലൂടെ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദാവുകയാണ്. ആരാണ് അബ്ദുല്ലാ എന്നറിയോ? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്. ഉഹദിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വാപ്പ വിളിച്ച് പറയുന്നുണ്ട്, മോനെ, അദ്ദേഹത്തിന് 7 മക്കളാണ്, 6 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ്. അതുകൊണ്ട് മോനെ, വീടിന്റെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണേ. വാപ്പാന്റെ ആഗ്രഹം ഷഹീദാവാനാണ്. വാപ്പാന്റെ കടങ്ങളുണ്ട്, ആ കടങ്ങൾ എന്റെ മോനെ വീട്ടണമെന്നാണ്. അതിനുള്ള വഴികളും ഇന്നാൾക്ക് ഇന്നെ പോലെയാണ് കടങ്ങളെന്ന് മുഴുവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മയും എന്റെ കൂടെ പോരുന്നുണ്ട്, യുദ്ധത്തിലെ സഹായിക്കാനാണ്. ഉമ്മാന്റെ ആങ്ങളയും അഥവാ ഇദ്ദേഹത്തിന്റെ അളിയനും കൂടെയുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുപോവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ 2 പേരും ഷഹീദായ ഈ കടങ്ങളെ ഇനി എങ്ങനെയാണ് വീട്ടുക എന്ന വേദനയുണ്ട്. അതുകൊണ്ട് ബാപ്പ പോകാം, മോനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ, ഉഹദിന് സമാപനം കുറിക്കുമ്പോ അവിടുന്ന് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. അദ്ദേഹത്തിന്റെ അളിയനും ഷഹീദാവുകയാ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒട്ടകത്തിന്റെ 2 ഭാഗങ്ങളിലായി സ്വന്തം ഭർത്താവിന്റെയും സഹോദരന്റെയും ജനാസ കെട്ടിവെച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട് മഹദിയോട്, എവിടേക്കാണ് നിങ്ങൾ ഈ ജനാസയും കൊണ്ട് പോകുന്നത്? നമ്മളുടെ നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് നിങ്ങൾക്കറിയില്ലയോ, മരിച്ചടത്ത് തന്നെ മറവ് ചെയ്യലാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ തിരിച്ചു നടന്നില്ലേ മഹദി, തിരിച്ചു നടന്നില്ലേ മഹദി? ഉഹദിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവുകയാണ്. ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ, സാഹചര്യത്തിന്റെ പ്രയാസങ്ങൾ കാരണത്താ ഒരൊറ്റ കുഴിയിലാണ് 2 അളിയന്മാരെയും മറവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ചരിത്രങ്ങളിലൂടെ കാണാ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് പിന്നീട് സങ്കടങ്ങൾ വന്നു. എന്റെ ബാപ്പയും അമ്മാവനും ഒരൊറ്റ കബറിലാണല്ലോ. 6 മാസങ്ങൾ കടന്ന് സൗകര്യങ്ങൾ വന്നപ്പോ ഞാനൊരു കബറ് കൂടെ കുഴിച്ചുകൊണ്ട് പഴയ കബറ് തുറന്നുകൊണ്ട് അവരുടെ ജനാസ 2 കബറിലൂടെ മാറ്റിവെച്ചു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മനസ്സിലാക്കാനുള്ളത്, മരിച്ചാൽ പെട്ടെന്ന് മറവ് ചെയ്യാ, ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യാൻ ജനാസ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ്. വെച്ച് താമസിപ്പിക്കണ്ട. ഇനിയോ കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ഷാഫി മദ്ഹബിലെ 2ാം ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുസ് സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സലഫുസ് സാലിഹിന്റെ രീതി എന്താണെന്നറിയുമോ? മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ. ജനാസയുടെ കൂടെ നിങ്ങൾ അനുഗമിക്കുമ്പോ മൗനമായി പോകണമെന്ന, നിശബ്ദമായി പോകണമെന്ന. കളിയാക്കിയില്ലേ നിങ്ങള്? നിലമ്പൂര് കാട്ടിലെ തേക്കുംതടി കട്ടുകൊണ്ടുപോകുന്ന പോലെയാണ് മുജാഹിദുകളും വഹാബികളും മയ്യത്ത് കൊണ്ടുപോകുന്നതെന്ന് പരിഹസിച്ചില്ലയോ? ആ പരിഹാസം പോയി തറക്കുന്നത് എവിടെയാ? ഞങ്ങളുടെ മുത്തു നേതാവ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് നിശബ്ദമായിട്ടാണ് കൊണ്ടുപോയത്. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബ നിശബ്ദമായിട്ടാണ് കൊണ്ടുപോയത്. മരണത്തെക്കുറിച്ച് ഓർക്കണേ. നാളെ ഞാനും ഇതുപോലെ സഞ്ചരിക്കാനുള്ളവനാണ്. നാളെ ഞാനും ഇതുപോലെ മയ്യത്ത് കട്ടിലോടെ കിടക്കാനുള്ളവനാണ്. നാളെ ഇതുപോലെ യാത്ര പോകാനുള്ളവനാണ് എന്ന ചിന്തയോടുകൂടെയാണ് നടക്കേണ്ടത് എന്ന് ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ഈ അടുത്ത നാട്ടുകാരനായ മുത്തേടത്തുകാരൻ കാസിമി പോലും പറഞ്ഞത്. സലഫ് സാലിഹാന്റെ രീതി മൗനമായി പോകലാ. പക്ഷേ നമ്മളൊക്കെ ദുനിയാവിൽ വ്യാപൃതരായതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ചടങ്ങാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പഠിക്കണേ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ മനസ്സിലാക്കുന്നത് നരേക്കാവിന്റെ പള്ളി നടത്തുന്നവര് ഫിഖഹി മസ്അലകളിലോട് ഷാഫി മദ്ഹബുകാരൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ നെഞ്ചിലൊന്ന് കൊത്തിവെച്ചോ. ഉസ്താദിനോട് ഇന്ന് തന്നെ പോയി ചോദിച്ചോ, ഷാഫി മദ്ഹബിൽ അങ്ങനെയുണ്ടോ? ഇമാം നവവി എന്താണ് പറഞ്ഞത് എന്നറിയോ? വലാ യുർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ബിദിക്രിൻ. ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുയർത്താൻ പാടില്ല. ശറഹുൽ മുഹദ്ദബ് മറിച്ചു നോക്കിക്കോ. ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുയർത്താൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. വേദന തോന്നുന്ന ആൾക്കാർ ഒരാളിങ്ങനെ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ പിന്നിക്കണവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് വരെ ദിക്ർ പഠിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോവും. ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ ഏറ്റുപാടുക. നമ്മൾ ആലോചിച്ചൊക്കെ നിശബ്ദമായി പോവേണ്ട എന്തിനാ മൗനാവണേ? ഒരു പ്രാർത്ഥന മനസ്സോടെ. മറ്റു ഭൗതിക സംസാരങ്ങളൊന്നും പാടില്ല. അടുത്ത മരിച്ച വീട്ടിൽ വന്നുണ്ടാവും, നീ എപ്പോഴാ വന്ന്, വീട്ടിൽ ഉമ്മക്ക് സുഖാണോ, അമ്മായിക്ക് സുഖാണോ, ഇതൊന്നും ചോദിക്കാനുള്ള സമയമല്ല. സുക്കൂത്ത് പറഞ്ഞ നിശബ്ദമാണ്, മൗനമാണ്. നിങ്ങളൊന്നും ഉംറക്കൊക്കെ പോണില്ലേ? മദീന പള്ളിയിൽ നിന്ന് ബക്കീന്റെ ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുപോകും കണ്ടിട്ടില്ലേ? വേഗത്തിൽ കൊണ്ടുപോകും. ദിക്റും ബഹളൊന്നുമില്ല. ബക്കയിലെ ഹറമെന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് മൊഹല്ലയിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ കണ്ടിട്ടില്ലേ? പാട്ട് പാടിയിട്ടാണോ ദിക്ർ ചൊല്ലിയിട്ടാണോ? ഓരോ നാട്ടിലെ ഓരോ ജില്ലക്ക് ഓരോ ഈണങ്ങളാണ്. നമ്മൾ പറഞ്ഞത് ഷാഫി മദ്ഹബിലെ കിതാബുകൾ എടുത്തുദ്ധരിച്ചത്, സഹാബത്തിന്റെ ചര്യ പറഞ്ഞത്, മുത്തുനബിയുടെ രീതി പറഞ്ഞത് നിശബ്ദമായി കൊണ്ടുപോകലാണ്. ആ നാട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യാം. പിന്നെ ആളുകൾക്കുള്ള ഒരു മര്യാദയാണ് ആ മയ്യത്തിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. നമ്മൾ നിർവഹിക്കണം, മയ്യത്തെ നിസ്കരിക്കണം. പക്ഷെ നിർബന്ധമായി നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ഒഴിവാക്കും? വീട്ടിലെ പെണ്ണുങ്ങളും നിസ്കരിക്കാൻ പാടില്ല എന്ന് ഫത്വ ഇറക്കും. ഹദീസിൽ എവിടെയാ തെളിവ്? മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ നമ്മളുടെ ഉമ്മ മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മദീനയുടെ മസ്ജിദുൻ നബവിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലെ അന്ന് പള്ളിയിലല്ല മയ്യത്ത് നിസ്കാരം ഉണ്ടായിരുന്നേ. പെരുന്നാൾ നിസ്കാരവും മയ്യത്ത് നിസ്കാരം പുറത്തൊരു മൈതാനത്തായിരുന്നു, പ്രത്യേകം ഒരു മുസല്ലയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരാൻ പറഞ്ഞു. ആയിഷ ബീവി നിസ്കരിച്ചു മയ്യത്തിന്. അപ്പൊ ആളുകൾ പറഞ്ഞു പള്ളിക്ക് മയ്യത്ത് കൊണ്ടുവരണോ? അവർ പറഞ്ഞു മുത്തുനബി ഒരിക്കൽ നിസ്കരിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർക്കത് മനസ്സിലായി. ആ ജനാസ ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചാണ് ഒരു തെളിവ്. ഇനി നമ്മുടെ പള്ളിയിലെ മൊയ്ലിയന്മാർക്ക് വേണ്ടി ഒരു തെളിവ് പറഞ്ഞുതരാം. നിങ്ങളെ നഫീസത്ത് മൗലൂദില്ലേ? പള്ളിത്തെ നഫീസത്ത് മൗലൂദ് ഏതാണെന്നറിയാം? പ്രസവം നടക്കാൻ വേണ്ടി പണ്ട് പാടിയിരുന്നൊരു മാലുണ്ട്. പണ്ട് ആശുപത്രിയിൽ കൊണ്ടുകൊണ്ട് വീട്ടിൽ പ്രസവിക്കാൻ ബിസ്മിയും ഹംദും സലാത്തും നിൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. അകത്ത് മോൾക്ക് പ്രസവേദന, ഉമ്മാക്ക് വീണവായന. ഉള്ളില് പ്രസവേദന എടുക്കും, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാട്ടുപാടും.
അല്ലേ? മലയാള മാപ്പിളപ്പാട്ടുകാരൻ വി.എം. കുട്ടി ചന്ദ്രികയിൽ അദ്ദേഹം എഴുതിയത് ആ നോട്ടക്കാലണ കിട്ടുമായിരുന്നു എന്നത് പാടാൻ പോയാൽ നഫീസത്ത് മാല. അപ്പോ ഇങ്ങനെ പാട്. ആ നഫീസത്ത് മൗലിദിൽ ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും നഫീസത്ത് ബീവിയും ഒരു കാലഘട്ടങ്ങളിലൂടെ ജീവിച്ചിരുന്നവരാണ്. ഷാഫി ഇമാമിന് എന്തെങ്കിലും വിഷയങ്ങൾ അറിയാനുണ്ടെങ്കിൽ നഫീസത്ത് ബീവിയോട് ചോദിക്കോ. നഫീസത്ത് ബീവി ഷാഫി ഇമാമിനോട് ചോദിക്കോ. പ്രിയമുള്ളവരെ, അങ്ങനെ കലശലായ രോഗം 54-ാമത്തെ വയസ്സിലൂടെ ഷാഫി ഇമാമിന് പൈൽസിന്റെ പ്രയാസം വന്ന് രക്തം വാർന്ന് അവശരായി കിടക്കുമ്പോ മരണത്തിന്റെ അവസ്ഥയിലൂടെ ഷാഫി ഇമാം പറഞ്ഞു പത്രേ, എന്റെ മയ്യത്ത് നിങ്ങളെ നഫീസത്ത് ബീവിയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവരോട് എന്റെ ജനാസ നമസ്കരിക്കണമെന്ന് വസിയത്ത് പറഞ്ഞു ഷാഫി ഇമാം എന്ന് നഫീസത്ത് മൗലിദിലുണ്ട്. പ്രിയമുള്ളവര്, ആ കാലഘട്ടങ്ങളിൽ ഷാഫി ഇമാം മരിക്കുമ്പോ നഫീസത്ത് ബീവി കലശലായ രോഗത്തിലാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഷാഫി ഇമാമിന്റെ വസിയത്തല്ല നഫീസത്ത് ബീവി പറയുന്നുണ്ട്, മയ്യത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഷാഫി ഇമാമിന് നഫീസത്തുൽ മിസ്രിയ മയ്യത്ത് നമസ്കരിച്ചു എന്ന് നഫീസത്ത് മാലയിൽ എഴുതി വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹദീസാണ് തെളിവ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് തെളിവ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കരിച്ചതാണ് തെളിവ്. വാപ്പ മരിച്ചു എന്ന് പറയുമ്പോ പൊന്നുമോള് പറയാണ്, എനിക്കെന്റെ ബാപ്പാക്ക് വേണ്ടി നിസ്കരിക്കണമെന്ന് പറയുമ്പോ മൊയ്ലിയേർക്ക് ചൂടാവാണ്. പെണ്ണുങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവള് പറയാണ്, എന്റെ ഭർത്താവിന് വേണ്ടി നിസ്കരിക്കണമെന്ന് പറയുമ്പോ സമ്മതിക്കണില്ല. ആണുങ്ങൾ നിസ്കരിച്ചാ മതി എന്ന് പറഞ്ഞോടുന്നുണ്ടവരുണ്ടെങ്കിൽ പ്രിയമുള്ളവര്, പ്രാർത്ഥിക്കാൻ വാബദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വാഹിലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. 10-30 കൊല്ലക്കാലം കൂടെ പുറത്തു പോയ ഭർത്താവിന്റെ മയ്യത്ത് മുന്നിൽ വെച്ച്, അല്ലാഹുവേ ഇതിനെക്കാളും നല്ല കുടുംബത്തിനെ കൊടുക്കണേ അല്ലാ, എന്നെക്കാളും നല്ല ഇണയെ കൊടുക്കണേ അല്ലാ എന്ന് ഹൃദയം തട്ടി പ്രാർത്ഥിക്കാ. പൊന്നു മക്കള് പ്രാർത്ഥിക്കാ. തടയല്ലേ ഉസ്താദുമാരെ.